ഹലോ മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാം. അപ്പോൾ അതാ യാച്ചുണ്ട്, അതുപോലെ ഫവാസ് ഉണ്ട് കേട്ടോ. നമുക്ക് വണ്ടി വേണം പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകേണ്ടത്. വലുതായിട്ട് ആർഭാടമായിട്ടൊന്നുമില്ലെങ്കിലും ഒരു ഷർട്ട്, ഒരു പാൻറ്റ്, അല്ലെങ്കിൽ ഒരു ഷർട്ട് മാത്രം. അങ്ങനെയെങ്കിൽ പെരുന്നാളിന് എന്തെങ്കിലും എടുക്കണ്ടേ. അപ്പോൾ നേരെ നമുക്ക് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഫവാസ് വന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകാനിട്ടാ. ഫവാസിനെ കാണിച്ചു കൊടുക്കുക. അവൻ പുതുമാരനായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകാം. യാച്ചുണ്ട് കൂടെ. ഫവാസിനെ നമുക്ക് വേറെ ബസ്സിൽ കയറ്റി വരണം കേട്ടോ. അവൻ അങ്ങനെ പോയിക്കോളും. വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ചെക്കന്മാർ വേണ്ടോളത്തോളമൊക്കെ കറങ്ങി അടിച്ച് എവിടുന്നേലൊക്കെ ഡ്രസ്സ് എടുക്കട്ടെ. വണ്ടിയായിട്ട് പോയാൽ പിന്നെ അവരിവിടെ തിരിക്കലും ഇതൊക്കെ വേണ്ട, അല്ലെങ്കിൽ ആകെ പ്രശ്നം. അപ്പോൾ ഒരു സ്ഥലത്ത് വണ്ടി എടുത്തിട്ട് നമുക്ക് ഡ്രസ്സ് കടയിൽ പോയിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കാം അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നോക്കിക്കോടെ ഷർട്ട് ഇവിടെയുള്ള പനി ഷർട്ടുള്ള രസമുണ്ട്. നമ്മളിതുപോലത്തെ നീല് മഞ്ഞിട്ട് നീല ഷർട്ട് നോക്കണേ. പിന്നെ നീലല്ലേ, നീല അത്യാവശ്യം രസം ഉണ്ടാവും. പക്ഷെ അത് പനിയൻ സൈസ് തന്നെ. ബനിയൻസ് കുഴപ്പമില്ലേ? സെക്കൻഡ് ഡ്രസ്സ് മാറാൻ വേണ്ടി പോയിട്ടാ. ഫവാസ് ചെമ്പായിണ്ട്. കുഴപ്പമില്ലേ? ധോനിപ്പോ രസമുണ്ട്. രസമുണ്ടോ? രസമുണ്ട്. ഇതിൻ്റെ നല്ലതുണ്ടെങ്കിൽ ഞാൻ എടുക്കാല്ലേ. കളർ വേറെ കളർ, അവന് ആ കളർ ഭംഗിയൊക്കെ ഉണ്ട്. അത് ചോദിച്ചു നൈസ് പാൻസുകൾ ഉണ്ടല്ലോ. അത് ബനിയൻ സൈസാണോ വേറെ? പാൻറ്റിനൊക്കെ എന്താ റേറ്റ് വരുന്നത്? അച്ചു പാൻറ്റിന് എന്താ റേറ്റ് വരുന്നോ? ചെക്കൻ ഡ്രസ്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം. ഈ കളറൊന്നും ഇട്ടോക്കട്ടെ. ചെക്കനേലും അത് ഭംഗിയുണ്ടാവും ചിലപ്പോൾ. അത് രസമുണ്ട്, കുഴപ്പമില്ല. അതിട്ടോക്ക് ചിലപ്പോൾ. അപ്പോൾ നന്നായി ഇതാ പിന്നെയും ചന്തോട്ടാ. ഇതാണ് ഇന്ന് കുഴപ്പമില്ല, രസമുണ്ട് ഇല്ലേ? കാച്ചു ഇതാ പറയ ചെക്കനെ എന്ത് രസമുണ്ടാ. എനിക്ക് അതാ ഇഷ്ടപ്പെട്ട? അതാ ഇഷ്ടപ്പെട്ട്? കണ്ട് ഇഷ്ടപ്പെട്ടാ? പറയ്. ഷർട്ടിന് റേറ്റ് ആയിട്ട് അപ്പോൾ ചെക്കന് വല്ലാണ്ട് അങ്ങനെ പിടിച്ചില്ല കേട്ടോ. അപ്പം തന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടാ. നമുക്ക് വേറെ സ്ഥലത്തു നിന്ന് ഷർട്ട് എടുക്കാൻ വേണ്ടി പോകട്ടോ. എല്ലാവർക്കും കൊടുക്കാണ്ട് അത് കണ്ട് പിന്നെ എവിടെ പോയാലും കുഴപ്പമില്ല, എവിടെയെങ്കിലൊക്കെ കിട്ടാതിരിക്കും. അടുത്ത് നമ്മൾ ഇങ്ങോട്ടായിട്ട് ഷർട്ട് എടുക്കാൻ വേണ്ടി വന്നേക്കണം. നമുക്ക് ഇവിടെയെങ്കിലും കിട്ടുമെന്ന് വെച്ചാൽ ചെക്കന്മാർക്ക് പറ്റിയത് ഷർട്ട്. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന അത്യാവശ്യം ഷർട്ട് നോക്കുന്നുണ്ടാ. ഒന്നും വല്ലാണ്ട് കുഴപ്പമില്ല. ആ ടൈപ്പാ. ആ ഇതിൽ പച്ച വരണുണ്ടാ? കുഴപ്പമില്ല. ചേച്ചി ഇത് കുഴപ്പമില്ല അല്ലേ? അതൊന്നിട്ടേ ചേച്ചി, ഞാൻ ഒന്നിട്ടോക്കെ. നമുക്ക് ആ ഷർട്ട് ബനിയൻ എടുക്കാമോ? ഇതാണപ്പോൾ നമ്മളെടുത്ത ഷർട്ടില്ല. എങ്ങനെയുണ്ട്? നേരെ ചോദിച്ചാണല്ലേ സംഭവം. കുറച്ച് കുറവായി തോന്നിയത്. ഫവാസത്ത് ഷർട്ട് കാണിച്ചാലോ. എന്തത് വെട്ടാനും വല്ലാനും വന്നേക്കാൻ യാച്ചിൻ്റെ ഷർട്ട്. യാച്ചിൻ്റെ ഷർട്ടിന്ന് കാണിച്ചത് യാച്ച് വെറൈറ്റി ഷർട്ടാണ്. ഇത് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ല. നോക്കി നോക്കാം, അവിടെ വേറെ വില ഉണ്ടെങ്കിൽ അതെടുക്കാം നമുക്ക്. ഫവാസിന് ഈ ഷർട്ട് കൊള്ളാം. ഇതെടുത്തോ ഇതെടുത്തോ. ചന്തണ്ട് ചന്തണ്ടാ, എടുത്തോ. മതിയില്ലേ? ഓക്കെ അല്ലേ? ഫവാസിന് ഇഷ്ടമായി. അതിന് 500 അതിന്. ആ പാൻറ് എടുക്കണ്ട? ഫവാസപ്പോൾ ഈ ഷർട്ട് ഓക്കെ ആക്കിയിട്ട് ഈ ബനിയനും ഓക്കെ ആക്കിയിട്ടാണ്. ഇതിൻ്റെ നോക്കി കാണിച്ചു തരാം.
ചെറുതറ ഈ സാധനം എടുക്കാൻ പോണേ പ്രവാസി ചെക്കൻ വെട്ടും കൊലയൊക്കെ നടക്കണ ഫോട്ടോ ഒക്കെ വെച്ച് നടക്കട്ടെ. ആരൊക്കെ ഫോട്ടോ ഉള്ളതാ എടുത്തേക്കുന്നത്. ഇത് ഇട്ടോക്ക് ഇട്ടപ്പോൾ രസമല്ലേ? നമ്മളാ റൂമിൽ വെച്ചിട്ടല്ലേ, അപ്പോൾ കുഴപ്പമില്ല. ഈ പാൻറ് എനിക്ക് കുഴപ്പമുണ്ടാവില്ലേ? ഇത് ഇട്ടോക്ക്. ഇതും ഈ ഷർട്ട് ഇട്ടിട്ട് പോവാം. ഈ പാൻറ് ഈ ഷർട്ട് ഇട്ടിട്ട് പോവാം. സൈസ് എൻ്റെ ഭാഗത്തുണ്ടോ നോക്കിയത്? സെറ്റല്ലേ? അതുപോലെ ഇട്ടോക്ക്. 2 ഇട്ടിട്ട് വരും. ഒന്ന് നോക്കൂ. നല്ല ചന്തണ്ട്. എന്താ പാൻറ്? ഏതാ പാൻറ്? ചന്തണ്ടാ രസമുണ്ട്. ഓക്കെ ഓക്കെ അല്ലേ? പ്രവാസിന് അങ്ങനെ ചെക്കന് സെറ്റായിട്ടാ. ചെക്കന് പെരുന്നാൾ ഡ്രസ്സ് സെറ്റായി. ഇനി അമ്മക്കാണ് പെരുന്നാൾ ഡ്രസ്സ് സെറ്റ് ആവാനുള്ളത്. യാച്ചു വേറെ കടയ്ക്ക് പോയിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി പെരുന്നാൾ ഡ്രസ്സ് നമുക്ക് സെറ്റാക്കണം. നോമ്പ് കാലത്ത് ചെക്കന്മാരെ കാട്ടുകൂട്ടില് ചെക്കന്മാർ എത്ര നോമ്പാ? ഇക്ക് വേണ്ട, ഇക്ക് നോമ്പാ. നോമ്പ് കാലത്ത് തന്നെ ചെക്കന്മാര് ശരിയാക്കിയല്ല. മുന്നത്തൊന്നല്ല, നോമ്പിന്റെ കഴിയും ഉണ്ടാക്കണം. നോമ്പെടുത്തിട്ട് നോമ്പെടുക്കാണ്ട് ചെക്കന്മാര് ക്ലാസ്സോട് കൊടുക്ക്, എന്നിട്ട് പോരെ വാ. എന്താ ഭംഗി, രസമുണ്ട്. കുഴപ്പമില്ല കുഴപ്പമില്ല. പാൻറ്റും കൂടി ഇട്ട് ഈ പാൻറ്റ് ഞാൻ വൃത്തിയില്ലാണ്ട് വേറെ പാൻറ്റ് ഇട്ട് രസമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇട്ടോക്കട്ടെ. ഞാൻ ഇട്ടോക്കട്ടെ. ഇപ്പം രസം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം. പിന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ള ഞാൻ എടുക്കാം. ഏതാണ് ഇതിൻ്റെ അടുത്ത്? 2 ഉണ്ട്. ഏതാ വരുന്നില്ല. ഇത് ഞാൻ എടുക്കാം. വേറെ ഗൈസ് ഇവിടെ എല്ലാവരും തിരയാണ്. ഭംഗിയുണ്ടോ? അതിന്റെ സൈസ് എത്ര? 28. പാൻറ് മാറി പോന്നു. അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ കുട്ടികൾ. ഇത് ഇവിടെ ബെൽറ്റ് ഇടുക. ഈ പാൻറ് വെച്ചിട്ട് അതിന് മേലെക്കൊണ്ടിട്ടാ വെറുതല്ല. രണ്ടെണ്ണമാണ് നമ്മൾ എടുത്തിട്ടാ. 1300 ഷർട്ട്. 3 ആൾക്കുള്ള ഡ്രസ്സായി. 3 ആൾക്ക് ഡ്രസ്സായിട്ട് ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം. വെള്ളിയാഴ്ച നമസ്കരിക്കാൻ പോകാം. അപ്പൊ നമ്മൾ എടുത്ത ഡ്രസ്സായിട്ട് വീട്ടിൽ വന്നിട്ടെ. ഇനി നമ്മള് കുറച്ച് അൺബോക്സിംഗ് അല്ല, നമ്മൾ നേരത്തെ തന്നെ കാണിച്ചത്. പിന്നെ അൺബോക്സിംഗ് ഒന്നും പറയാൻ പറ്റില്ല. സിനാനൊന്ന് അൺബോക്സിംഗ് ചെയ്ത് കാണിച്ചു കൊടുക്കാം, അങ്ങനെ പറയാം. സിനാൻ അപ്പൊ ഞങ്ങൾ എടുത്ത ഡ്രസ്സ് കണ്ടോ? എനിക്ക് ഞങ്ങൾ അവനെ വിളിച്ചതാട്ടോ. അവന് വലിയ ചടപ്പാടപ്പേ പോവുള്ള ഡ്രസ്സ് എടുക്കാനെന്ന്. അവന് നമ്മുടെ കൂടെ വരാൻ പറ്റില്ല. ഏതായാലും നമ്മളെടുത്ത ഡ്രസ്സ് കാണിച്ചു തരാം. ആ ചോറ് കാണിച്ചു കൊടുക്കാം. ആദ്യം എന്റെ കാണിച്ചു കൊടുക്കാം. ആദ്യം എന്റെ യാച്ചുവിന്റെ ഷർട്ട്. യാച്ചു ഫാമിലി ഷർട്ട്. കൊടുക്ക് 10 രൂപ 20 രൂപ. ഇതിന്റെ അല്ല, യാച്ചുവിന്റെ. അപ്പൊ പാന്റ് കാണിച്ചടാ. ഇതാണ് യാച്ചുവിന്റെ പാന്റ്. നിന്റെ പാന്റ് ഷർട്ട് കാണിച്ചതാ. നിന്റെ ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ,
ഫവാസിനെ ഫവാസിനെ കാണിച്ചു കൊടുത്തോ കാണിച്ചു കൊടുക്ക ക്യാമറയിൽ കൊണ്ടുപോവാ. എങ്ങനെയുണ്ട് സംഭവം? സംഭവം ഒരു കുൻഫു ഫൈറ്റ് ആയില്ലേ? ഇതാ പാന്റ് കാക്കത്തൂറിയ പോലെയുള്ള മോഡലുള്ളത് അല്ലെ അല്ലെ അതുപോലെ സിനിമ കറുപ്പ് ഷർട്ടുമ്പോ കാക്കത്തൂറി ഉണ്ടാവുന്ന അതുപോലെ നിന്റെ കാണിച്ചു. നിന്റെ വലുതായിട്ടൊന്നും ഇല്ലെങ്കിൽ ചെറുതായിട്ട് ഇതിന്റെ ഷർട്ട് ഇതിന്റെ ഷർട്ട് ഇതിന് 500 500 റുപ്യ കേട്ടോ. പാന്റിന് 700. ഏതാ മോഡൽ എന്താ ഈ മോഡല് പറഞ്ഞ ബൂട്ട് കട്ട് മോഡൽ കേട്ടോ. പിന്നെ നമ്മുടെ പ്രൊമോഷൻ വീഡിയോ വരും കേട്ടോ അവരുടെ. ഏതായാലും ഇന്നത്തെ ഒരു വ്ളോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. പെരുന്നാൾ ആയിട്ടില്ല, അവണേ മുമ്പേ വീഡിയോയിൽ തന്നെ പെരുന്നാൾ ആശംസകൾ പറയണു. അപ്പോൾ എല്ലാവരും പെരുന്നാൾ ഡ്രസ് എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ശരി, അപ്പോൾ നാളെ കാണാം.